പ്രത്യേക വാക്കാണ് അയ്യോ എന്ന പദം. പൗലോസ് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇതാരാ പറഞ്ഞെന്നറിയാവോ? ചില്ലറക്കാരനല്ല. വെളിപ്പാടിന്റെ ആധിക്യമുള്ള പൗലോസ്. വേറെ ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല. വെളിപ്പാടിന്റെ കവിഞ്ഞൊഴുക്കുള്ള പൗലോസ്, ലേഖനകർത്താവ്, ന്യായപ്രമാണ സൂക്ഷ്മമായിട്ട് ഗമാലിയേലിന്റെ പാതപീഠത്തിൽ നിന്ന് പഠിച്ച ആൾ. അന്നത്തെ ഏറ്റവും വലിയ ഡിഗ്രി. സ്തോത്രം. എനിക്ക് തോന്നുന്നു നമ്മുടെ വീടുകളിൽ നിന്ന് അത്രയും നല്ലപോലെ പഠിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഗഹനമായ വിഷയങ്ങൾ പഠിച്ച പ്രാപിച്ച പൗലോസ്, കർത്താവിൽ നിന്ന് താനെ പ്രാപിച്ചെടുത്ത ധാരാളം കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി എന്തുമായി തീരാനായിട്ട് സമർപ്പിക്കപ്പെട്ട വ്യക്തി, റോമ പൗരത്വമുള്ള പൗലോസ്. ഹല്ലേലൂയ. ആ പൗലോസ് പറയാണ്, ഞാൻ അരിഷ്ട മനുഷ്യൻ. നിങ്ങൾക്കറിയാമോ, അരിഷ്ട മനുഷ്യൻ എന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായപ്പോഴും അതിന്റെ ഭവിഷ്യത്ത് എത്രത്തോളം ഉണ്ടെന്ന് തനിക്ക് പിടികിട്ടിയപ്പോഴുമാണ് അതിനെ എംഫസൈസ് കൊടുത്താണ് ഈ വാക്ക് ഉപയോഗിച്ചത്, അയ്യോ. അപ്പൊ ആ അരിഷ്ടതയെ പറ്റി തനിക്ക് ബോധ്യം വന്നു. ഇങ്ങനെ പോയാൽ എന്നെ ആര് സഹായിക്കും? എന്നെ ആര് വിടുവിക്കും? എന്നെ ആരിതിൽ രക്ഷിക്കും? ഈ ചോദ്യം തൻ്റെ മുൻപിൽ വരികയാണ്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. എന്താണ് അരിഷ്ടതയുടെ പ്രത്യേകത ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമുക്ക് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പല നിലയിൽ സഹായിക്കാൻ പറ്റും, പല നിലയിൽ സഹായിക്കാൻ പറ്റും. എന്നാലേ മരണമെന്നുള്ള വിഷയത്തിന്റെ മുമ്പിൽ നോക്കി നിൽക്കാനല്ലാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 1900 വർഷങ്ങള് ഈ മരണത്തെ പറ്റി ചിന്തിച്ചും പഠിച്ചുമുള്ള ഭക്തന്മാര് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. 2012 ജനുവരി മാസം 2-ാം തീയതി വൈകിട്ട് 4:20 ആയപ്പോൾ എൻ്റെ ഭാര്യ കർത്തസനിൽ ചേർക്കപ്പെട്ടു. എന്നെ കൊണ്ടാകുന്നതൊക്കെ ചെയ്യാന്നിടത്തോളം ചെയ്തു. എൻ്റെ കഴിവിനെ ശുശ്രൂഷിച്ചു. എന്നാല് അന്നത്തെ ദിവസം ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് പോകാനുള്ള ലൈനെല്ലാം ക്ലിയർ ആയി, എനിക്ക് പോകാനുള്ള ലൈനിലെല്ലാം ക്ലിയർ ആയെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞ് പ്രാണനെ വിട്ടു. ഒരുപാട് കാര്യങ്ങൾ ശുശ്രൂഷിച്ചുവെങ്കിലും ചെയ്തുവെങ്കിലും ആ സമയത്ത് നോക്കി നിൽക്കാനല്ലാതെ എനിക്കൊന്നും കഴിഞ്ഞില്ല. നിങ്ങൾക്കും അത്ര മാത്രമേ ചെയ്യാൻ ഒക്കൂ. പ്രൈസ് ദി ലോർഡ്. അത്ര ഭയങ്കരമാണ് മരണം എന്നുള്ള വിഷയമെന്ന് പൗലോസിന് മനസ്സിലായി. അപ്പൊ താന് അതിന്റെ ആഴം ഗ്രഹിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും എന്ന് പറഞ്ഞാൽ, തൻ്റെ നോട്ടത്തിൽ തന്നെ സ്നേഹിക്കുന്നവർക്കോ തന്നെ സഹായിക്കുന്നവർക്കോ തൻ്റെ സുവിശേഷം കേട്ടവർക്കോ ഇവർക്കാർക്കും ഈ വിഷയത്തിന് സഹായം കൊടുക്കാൻ പറ്റത്തില്ലെന്നുള്ള പൗലോസ് പിടികിട്ടി. നമ്മൾ ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ ഇന്നാർ സഹായിക്കുന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഈ കാര്യത്തിൽ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഈ കാര്യം പിടികിട്ടിയപ്പോഴാ അതിന്റെ ഭീകരത മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നത്, എന്നെ ആര് വിടുവിക്കും? സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രിക്കാലത്തെ ഈ ചോദ്യത്തിന്റെ മറുപടി അതിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോ
നമുക്ക് സന്തോഷിപ്പാൻ ദൈവം അവസരം തരും. സ്തോത്രം. ഈ ചോദ്യം താന് ചോദിച്ചുകൊണ്ട് മറുപടി കിട്ടാതെ ഇങ്ങനെ ഇരിക്കുമ്പോ എബ്രായലേഖനം 9:27 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. കണ്ടോ, വാക്കുണ്ടോ? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. 28 വാക്യം, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത്തെ ദർശനാവും. ഇവിടെ നമ്മൾ ഗ്രഹിക്കണം, ജീവിതത്തിൽ സംഭവിപ്പാൻ പോകുന്ന ഏറ്റവും പ്രധാന 2 കാര്യങ്ങൾ അവിടെ ഊന്നി പറയുന്നു. ഒരിക്കൽ മരിക്കും, ഉറപ്പാണ്, ഒരിക്കൽ മരിക്കും. ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കുന്നത് ഇനി ഒത്തിരി ദിവസങ്ങളുണ്ടെന്നാ, ഞങ്ങളൊന്നും ആയിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ ചിന്തിച്ചു നോക്കിയേ, മരണമെന്നുള്ളത് ദൈവം തമ്പുരാന്റെ നിയമനമാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക്, സ്തോത്രം, ദൈവം തമ്പുരാൻ നിയമിച്ചു വെച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്ന് മരണവും, 2 ന്യായവിധി. സ്തോത്രം. ഒരിക്കല് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട കാനമച്ചൻ, ഞങ്ങൾ ഒരുപാട് ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഒരുപാട് യാത്ര ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ 2 പേരും കൊണ്ടായിരുന്നു. ആ കൺവെൻഷൻ പ്രസംഗിക്കാൻ നേരത്ത് അദ്ദേഹം ഇങ്ങനെ വലിയ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ അദ്ദേഹം പ്രസംഗിച്ചു, ഒരിക്കൽ മരണം സംഭവിക്കും. അപ്പൊ തൊട്ടടുത്ത് ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു, ഈ കൺവെൻഷൻ നടക്കുന്നതിന്റെ അടുക്കൽ. അപ്പൊ ആ കൺവെൻഷൻ നടക്കുന്നുണ്ട്, അതിനകത്തോട്ട് ആൾക്കാർക്ക് വന്ന് കയറാൻ ബുദ്ധിമുട്ട്. അതിനാ കള്ള് ഷാപ്പിന്റെ ഓണർ അവിടുത്തെ ഒരു മുഴുവൻ കുടിയന്റെ വയറ് നിറച്ചു കുടിപ്പിച്ചിട്ട് പറഞ്ഞു, അവിടെ പോയി ഒരു ബഹളം ഉണ്ടാക്കാൻ പറഞ്ഞു. ഇയാൾ ഇഷ്ടംപോലെ കുടിച്ചേച്ച് അച്ഛൻ ഈ മരണത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അദ്ദേഹം സ്റ്റേജിന്റെ അടുക്കിലേക്ക് വന്നേച്ച് ഉറക്കെ വിളിച്ചു പറയാ, നാക്കൊന്നും തിരിയുന്നില്ല, വിളിച്ചു പറയാ, ചുമ്മാതാണെന്ന്. ഏതാ മരണം ചുമ്മാതാണ്. കുറച്ചു പ്രാവശ്യം പറയുമ്പോ അച്ഛൻ പറഞ്ഞു, അതെ, കാലിന്റെ പെരുവലിനെ കൂടെ തണുപ്പ് കയറുമ്പോ ഇവര് പറഞ്ഞു മരണം ചുമ്മാതാണോ ഇല്ലയോ? ഉള്ളതിനെ ഇല്ലാതാക്കി സംസാരിക്കുക. ആർക്കറിയാൻ പാടില്ലാത്തത് മരണം സംഭവിക്കുന്ന, അത് യാഥാർത്ഥ്യമല്ലേ? നമ്മൾ എത്ര മരിച്ചവരെ കണ്ടു, മരണശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിച്ചു, എത്ര വിലാപയാത്രയിൽ നമ്മൾ പങ്കുകൊണ്ടു. ഇത് സത്യമല്ലേ? എന്താ എന്റെ കാര്യം? ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. ഈ മരണവും ന്യായവിധി എന്നുള്ളത് ദൈവത്തിന്റെ നിയമനമാണ്. ദൈവത്തിന്റെ നിയമനത്തെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. ആർക്കും സാധ്യമല്ല പ്രിയമുള്ളവരെ. അപ്പോൾ അതിന്റെ ന്യായവിധിയുടെ വിഷയം പൗലോസിന്റെ മനസ്സിൽ വന്നുകൊണ്ടാണ്, ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടുമോ, ആരാണ് എന്നെ അതിൽ സഹായിക്കുന്നത് എന്ന ചോദ്യം തന്റെ ജീവിതത്തിൽ വന്നത്. മരണം സത്യമാണെങ്കിൽ, യാഥാർത്ഥ്യമാണെങ്കിൽ, തൊട്ടപ്പുറത്ത് ന്യായവിധി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. സ്തോത്രം. ഈ 2 കാര്യങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുകയാണ്. ഹല്ലേലൂയ.
ഇനി നമുക്കതിന്റെ വിശദമായ ഭാഗത്തേക്ക് ഒന്ന് വരാം. ആ ചോദ്യത്തിന് മറുപടി ഇടണമല്ലോ. കർത്താവിന് മാത്രം. ഈ ഭൂമിയിലെ സകല സൃഷ്ടികളെ നിങ്ങൾ നോക്കൂ. ഞാൻ ലളിതമായിട്ടാണ് ഇന്ന് ഈ കാര്യങ്ങൾ പറയുന്നത്, ലളിതമായിട്ട്. മനസ്സിലാത്ത ഗുണം പറയാട്ടോ, നല്ലപോലെ ശ്രദ്ധിച്ചോളൂ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ കാണുന്ന സകല സൃഷ്ടികളും, പക്ഷിമൃഗാദികൾ, വൃക്ഷലതാദികൾ, സോളാർ സിസ്റ്റം മുഴുവൻ, ആകാശ ഗംഗ, നക്ഷത്രങ്ങള്, സൂര്യന്, കടല്, കര, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ നിങ്ങളുടെ കണ്ണിന് കാണുന്ന സകലതും എന്റെ ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ വന്ന വിഷയമാണ്. ഇത് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉൽപ്പത്തി പുസ്തകം പഠിച്ചാൽ, സൃഷ്ടിപ്പ് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 1:3, 11, 24 ഈ വാക്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾ സമയം പോലെ വായിച്ചോണ്ടാ മതി. എനിക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടത് കൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്തോണം. പിന്നെ നിങ്ങൾ വീട്ടിൽ പോയി സമയം പോലെ വായിച്ചോണം. സ്തോത്രം. അപ്പോ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3, 11, 24 വാക്യങ്ങൾ നോക്കിയാൽ അവിടെ ഇങ്ങനെ കാണും: ഉണ്ടാകട്ടെ, ഉത്ഭവിക്കട്ടെ, മുളച്ചു വരട്ടെ. ഈ വാക്കുകൾ സർവശക്തനായ ദൈവം തമ്പുരാൻ പറഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന സകലത ഉളവായി. എന്ന് പറഞ്ഞ അർത്ഥം അറിയാമോ? ഈ ഭൂമിയിൽ കാണുന്ന സകലതും സൃഷ്ടിക്കുന്നതിന് വേണ്ടി എന്റെ ദൈവത്തിന് ചെലവായത് ഒരു വാക്കാണ്. ഉത്ഭവിക്കട്ടെ എന്നോ, മുളച്ചു വരട്ടെ എന്നോ, ഉണ്ടാകട്ടെ എന്നോ എന്റെ ദൈവം കൽപ്പിച്ചപ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന സകലത ഉളവായി. അപ്പോൾ ഈ സൃഷ്ടിപ്പിൽ നമ്മൾ കാണേണ്ടത്, ഇതെല്ലാം ഉളവാക്കാൻ ദൈവത്തിനാകെ ചെലവായത് ഒരു വാക്കാണ്. ഒരു വാക്ക്. അവരുടെ വാക്കിനാൽ സകലം ഉളവായി. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയായ മനുഷ്യനെ സൃഷ്ടിപ്പാനായിട്ട് ഒരു വാക്കല്ല ദൈവം ഉപയോഗിച്ചത്. ശ്രദ്ധിച്ചോണം, ഒരു വാക്കല്ല ദൈവം ഉപയോഗിച്ചത്. മനുഷ്യനെ സൃഷ്ടിപ്പാനായിട്ട് ദൈവം ഉപയോഗിച്ചത് ഒരു വാക്കല്ല. ഉൽപ്പത്തി പുസ്തകം 1:26 നമുക്ക് കാണാൻ സാധിക്കും: നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക, അഥവാ സൃഷ്ടിക്കുക. അപ്പൊ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഒരൊറ്റ സൃഷ്ടിയേ ഉള്ളൂ, അതാ മനുഷ്യൻ. അഥവാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും ഉണ്ട്. വേറെ ഒരു സൃഷ്ടിക്കും അതില്ല. അപ്പൊ മനുഷ്യ സൃഷ്ടിക്ക് മാത്രമാണ് സ്വരൂപവും സാദൃശ്യവും ദൈവം തമ്പുരാൻ വെച്ചത്. ഇനി അല്പം കൂടെ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 2:7 നോക്കിയാൽ കാണും എങ്ങനെ സൃഷ്ടിച്ചു എന്നൂടെ കാണും. എങ്ങനെ സൃഷ്ടിച്ചു? പ്രൈസ് ദി ലോർഡ്. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് ദൈവം ചെയ്ത കേട്ടോ. ഉത്ഭവിക്കട്ടെ എന്നോ, മുളച്ചു വരട്ടെ എന്നോ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടിക്കല്ലിത്. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിന് മാത്രം. അപ്പൊ മറ്റു സൃഷ്ടികളെക്കാൾ വ്യത്യസ്ത സൃഷ്ടിയാണ് മനുഷ്യൻ. ദൈവത്തിന് മഹത്വം. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടായ സംഭവം നിങ്ങൾ നോക്കിയേ. നിലത്തെ പൊടി എടുത്ത് മനുഷ്യരൂപം ഉണ്ടാക്കി. തൻ്റെ കരസ്പർശനത്തിന്റെ അനന്തരമായ ഫലം ഒരു മനുഷ്യ സൃഷ്ടി പുറത്തു വരികയാണ്. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ശരീരം. 2, മൂക്കിലൂതിയ ജീവശ്വാസം. മൂക്കിലൂതിയ ജീവശ്വാസം. 3-ാമത്തെ കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സെഖര്യാ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും:
ആകാശം വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത ദൈവം മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിച്ചു. ോ 3 ഘടകങ്ങളുടെ സംയോജനമാണ് മനുഷ്യ സൃഷ്ടി. 3 ഘടകങ്ങളുടെ സംയോജനമാണ് മനുഷ്യ സൃഷ്ടി. ഏതൊക്കെയാ ഞാൻ ഒന്നുകൂടെ പറയാം. ഇതൊരു അടിത്തറയായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് അടുത്ത ഭാഗത്തേക്ക് വരണം. ദൈവത്തിന് ഭാഗത്തും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ കാണിച്ചാട്ടെ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. 3 ഘടകങ്ങളുടെ സംയോജനമാണ് മനുഷ്യ സൃഷ്ടി. ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളും വാക്യനുള്ളതായപ്പോൾ മനുഷ്യരെ സൃഷ്ടിച്ചത് എങ്ങനെയെന്ന ചോദ്യത്തിന് മറുപടി ഇവിടെ കാണുന്നു. 1, ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും. 2, നിലത്തെ പൊടി കൊണ്ട് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി. മൂക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയായി തീർന്നു. സെക്കരിയ 12:1 വായിക്കുന്നു, അവന്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ചു. അവന്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ചു. സ്തോത്രം. അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാം, ഉള്ളിൽ നിർമ്മിച്ച ആത്മാവും മൂക്കിൽ ഊതിയ ജീവശ്വാസവും മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ശരീരവും. ഇതിനെ ചേർത്ത് പറയുന്ന ഒരു വാക്യം 1 തെസ്സലോനിയ 5:23 കിടപ്പുണ്ട്. 1 തെസ്സലോനിയ 5:23 കിടപ്പുണ്ട്. അത് 3 കൂടെ ചേർത്ത് പറയുന്ന ഒരു വാക്യമാണ്. അവിടെ ദേഹം, ദേഹി, ആത്മാവെന്ന് കാണും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മറ്റൊരു സൃഷ്ടിക്കുമില്ലാത്ത ഹല്ലേലൂയ ഒരു പ്രത്യേകത മനുഷ്യ സൃഷ്ടിക്ക് ദൈവം തമ്പുരാൻ വെച്ചു. മനുഷ്യ സൃഷ്ടിക്ക്. ഇനി നിങ്ങൾ ചിന്തിച്ചാട്ടെ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾക്ക് പറയാമോ ഏതാണെന്ന്? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരാൾ പറഞ്ഞേ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാ? നിങ്ങളുടെ നല്ല ആൻസറിന് നന്ദി. ഓക്കെ, എന്തോ? മൂക്കിൽ ജീവശ്വാസം ഊതിയത് അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആത്മാവാണ്. ഞാൻ എന്താ പറയാം, മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ശരീരം, മൂക്കിലൂതിയ ജീവശ്വാസം, ഉള്ളിൽ നിർമ്മിച്ച ആത്മാവ്. ഞാൻ 3 വാക്യത്തിന് തെളിവ് തന്നു, 3 ഘടകത്തിന് തെളിവ് ഞാൻ തന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആത്മാവാണ്. അപ്പൊ ശരീരത്തെക്കാൾ വലുത് ജീവനും, ജീവനേക്കാൾ വലുത് ആത്മാവും. ഇനി ഈ ആത്മാവിനെ മറ്റുള്ള സൃഷ്ടിക്ക് കൊടുക്കാതെ മനുഷ്യന് തന്നെ വെച്ചതിന് ഉദ്ദേശമുണ്ട്. മനുഷ്യൻ ഈ ആത്മാവ് കൊണ്ട് ദൈവമായി ബന്ധപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊക്കെ എനിക്കറിയാം, ഇന്ന് നല്ല ഉറക്കം രാത്രി തന്ന് പ്രഭാതത്തിൽ ഉണരാൻ ദൈവം തമ്പുരാൻ ഭാഗ്യം തന്നു. പ്രഭാതത്തിൽ ഉണർന്നു, നമ്മള് ഒരു പാട്ടൊക്കെ പാടി, ഒരു വേദഭാഗമൊക്കെ വായിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. നിങ്ങൾ അങ്ങനെ ചെയ്തെന്ന് ഞാൻ കരുതുക. സ്തോത്രം. അല്ല, നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന, പെറ്റായിട്ട് വളർത്തുന്ന ഈ മൃഗങ്ങൾ ഏതെങ്കിലും അത് ചെയ്യാറുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യേ? നമുക്ക് ദൈവവുമായി ബന്ധപ്പെടാൻ നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ ദൈവം നമ്പുരാൻ വെച്ചത് ആത്മാവ് കൊണ്ട് ദൈവമായി നമ്മൾ ബന്ധപ്പെട്ടുകൊള്ളണം. സ്തോത്രം. അതിനുവേണ്ടി ആവശ്യിച്ചിരിക്കുന്നു. ആത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ ലോകത്ത് മൊത്തത്തിൽ നിങ്ങൾ വെട്ടിപ്പിടിച്ചാലും, നിങ്ങൾ എത്ര സമ്പാദിച്ചാലും, എത്ര നിലകൾ പണിതാലും, എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ ഇത് വിട്ടിട്ട് പോകണം. ഒരിക്കൽ വിട്ടിട്ട് പോയേ പറ്റൂ. അതിരിങ്കൽ അത് ഇട്ടിട്ട് നമ്മൾ പോകും.
ഒന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. അപ്പൊ ഇത്രയും നാള് വെട്ടിപ്പിടിച്ചതും, ഇത്രയും നാള് കഷ്ടപ്പെട്ടതും, ഇത്രയും നാള് ഓടിയതും, ഇത്രയും നാൾ അധ്വാനിച്ചതും എല്ലാം ഇവിടെ ഇട്ടിട്ട് നമ്മൾ പോവാ. പ്രൈസ് ദി ലോർഡ്. എന്ന് നിങ്ങൾക്കറിയാമോ, ആത്മാവാണ് വിലപ്പെട്ടത്. ഈ ലോകം മൊത്തത്തിൽ നിങ്ങൾ പിടിച്ചെടുത്താലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ, സ്തോത്രം, അതാണ് ഏറ്റവും വിലപ്പെട്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവവുമായി ബന്ധപ്പെടേണ്ടത്. അതുകൊണ്ട് ആത്മാവിനെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഓർക്കുക, ഈ ആത്മാവിനെ ഉള്ളിൽ വെച്ചതിന് ഉദ്ദേശം ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്നും ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടിയാണ്, എന്നും ദൈവത്തോട് കൂടെ വസിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യത മുഴുവൻ കർത്താവിനോട് വസിക്കാൻ വേണ്ടിയാണ് ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നത്. എന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, 3 ഘടകങ്ങളുടെ സംയോജനമാണ് മനുഷ്യ സൃഷ്ടിയെങ്കിൽ, സ്തോത്രം, എന്താണ് മരണം? പൗലോസ് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് നമ്മൾ വരണം. പൗലോസിന്റെ ചോദ്യം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? തനിക്ക് മറുപടി കിട്ടാത്തൊരു ചോദ്യമായി താനിങ്ങനെ ഏകനായിരിക്കുമ്പോൾ, സ്തോത്രം, തന്റെ അകത്തൂടെ കടന്നു വന്ന ഒരുപാട് ചിന്തകൾ, എന്നെ ഇതിൽ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആർക്കെന്നെ സഹായിക്കാൻ കഴിയും? ഇതിൽ തന്നെ ആർക്ക് രക്ഷിക്കാൻ കഴിയും? ഈ ചോദ്യമാണ് പൗലോസിന്റെ ചോദ്യം. എന്നാൽ ഇവിടെ സംഭവം നിങ്ങൾ കണ്ടോ? 3 ഘടകങ്ങളുടെ സംയോജനം ആയിട്ടുള്ള മനുഷ്യ സൃഷ്ടി, ആത്മാവ് കൊണ്ട് ദൈവമായി ബന്ധപ്പെട്ട് നിത്യത മുഴുവനും ദൈവത്തോടുകൂടെ ചിലവഴിക്കാനുള്ള മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകളെ, വ്യവസ്ഥകളെ തെറ്റിച്ചതിനാൽ, സ്തോത്രം, അവൻ പാപിയായി മാറി. റോമാലേഖനം 3:23 വായിക്കുന്നു, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്ത ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ തേജസ്സും ബഹുമാനവും ദൈവം തമ്പുരാൻ അവനെ അണിയിച്ചു, അതായിരുന്നു അവന്റെ വസ്ത്രം. എന്നാൽ ലംഘനത്തിലാപ്പെട്ട മനുഷ്യൻ ആ വസ്ത്രം നഷ്ടപ്പെട്ടവനായി, അവന് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടവനായി, ആരാധന നഷ്ടപ്പെട്ടവനായി മനുഷ്യൻ പാപിയായി മാറുമ്പോൾ, സ്തോത്രം, ഒരു വ്യത്യാസവും ആർക്കും പറയാനില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു എന്ന് പറയുന്നത്, ആദമിന്റെ പാപം, ആദമിന്റെ ലംഘനം അടുത്ത തലമുറകളായ നമ്മളിൽ എല്ലാവരിലും വന്നു. എല്ലാവരും പാപികളായി മാറി. റോമാലേഖനം 5:12 തെളിവായിട്ടവിടെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. 5:12 വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആ ഏക മനുഷ്യൻ ആദമാണ്. ആദമിന്റെ പാപത്തിന്റെ അനന്തരഫലമായി മനുഷ്യവർഗം മുഴുവനും മരണത്തിനധീനരായി. ദൈവത്തിന്റെ മഹത്വം. റോമാലേഖനം 6:23 വായിക്കുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഞാൻ ഈ 3 വാക്യങ്ങൾ ചേർത്ത് പറഞ്ഞത് മനുഷ്യൻ മരണം പ്രവേശിച്ചത് എങ്ങനെയാണെന്നറിയാൻ വേണ്ടിയാണ്. ആർക്കും ഒരു വിധത്തിലും പറഞ്ഞു ഒഴിയാൻ കഴിയാത്ത നിലയിൽ സകല മനുഷ്യരും പാപികളും, സകല മനുഷ്യരും മരണത്തിന് അധീനരുമായി മാറി. ആദമിന്റെ ലംഘനത്തിന്റെ അനന്തരഫലം അടുത്ത ജനറേഷൻ മുഴുവനും പാപികളും മരണത്തിന് അധീനരായി മാറി. അങ്ങനെങ്കിൽ മരണമുണ്ടെങ്കിൽ അപ്പുറത്തൊരു ന്യായവിധിയുണ്ട്. നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു. ദൈവത്തിന്റെ മഹത്വം. എന്താണ് മരണം? വിശുദ്ധ ബൈബിളാണ് അതിന് വ്യക്തമായ തെളിവോടുകൂടിയുള്ള അറിവ് തരുന്നത്. എന്താണ് മരണം? സഭാപ്രസംഗി 12:7 എന്താണ് മരണം എന്ന് പറയുന്നുണ്ട്. സഭാപ്രസംഗി 12:7, പൊടി പണ്ടായിരുന്നത് പോലെ
ഭൂമിയിലേക്ക് തിരികെ ചേരുകയും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതാണ് മരണം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ 3 ഘടകങ്ങളുടെ സംയോജനമായ മനുഷ്യ സൃഷ്ടി, ദേഹം, ദേഹി, ആത്മാവെന്ന നിലയിൽ ആത്മാവ് കൊണ്ട് ദൈവമായി ബന്ധപ്പെടത്തക്കോണം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ലംഘനത്തിലാവപ്പെട്ടപ്പോൾ സംഭവിച്ചത്, ആത്മാവ് കൊണ്ട് ദൈവമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന മനുഷ്യന്റെ ആത്മാവിന്റെ പ്രവർത്തനം നിർവീര്യമായി. അവിടെ ആത്മീയ മരണം സംഭവിച്ചു. ദൈവമായി അവന് ബന്ധപ്പെടാൻ കഴിയാതെ വന്നു. എന്നേക്കുമായി ദൈവത്തോട് കൂടെ ഇരിക്കേണ്ട മനുഷ്യൻ അതിന് സാധിക്കാതെ വന്നു. അനന്തരഫലം സകല മനുഷ്യവർഗവും പാപികളും മരണത്തിന് അധീനരുമായി മാറേണ്ടി വന്നു. പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറഞ്ഞാൽ പാപം ചെയ്തതിന് കിട്ടിയ കൂലിയാണ്, സാലറിയാണ് മരണം. ഇതിങ്ങനെ ആഴമായി പൗലോസ് ചിന്തിച്ചപ്പോൾ തനിക്ക് പിടികിട്ടാത്ത വിഷയം, ഇതിൽ തന്നെ വിടുവിക്കാൻ ആരെങ്കിലും ഉണ്ടോ? തന്റെ കൂട്ടുകാരെ, തന്റെ സഹപ്രവർത്തനൊക്കെ നോക്കി, അവരെ കൊണ്ട് ആർക്കും പറ്റത്തില്ല, അവരും മരിക്കും. ആരെങ്കിലും ഉണ്ടോ എന്നാ തന്റെ ചോദ്യം. സ്തോത്രം. എന്നാല് ഈ മരണത്തിന്റെ ഒരു പ്രത്യേകതയെ പറ്റി പറയുന്നൊരു വാക്യമുണ്ട്. വെളിപ്പാട് പുസ്തകം 14:13 അവിടെ എന്താണെന്ന് ചോദിച്ചാല്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് അവർ വിശ്രമിക്കേണ്ടതാകുന്നു. അവർ വിശ്രമിക്കേണ്ടതാകുന്നു. പിന്നെ പറയാണ്, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നുവെന്ന് ആത്മാവ് പറയുന്നു. എനിക്കറിയാം, ഞങ്ങളൊക്കെ സഭാ ശുശ്രൂഷകന്മാര് ആയതുകൊണ്ട് ഞാൻ ഈ ലോക്കൽ ചർച്ചിൽ ഇരുന്ന കാലഘട്ടങ്ങളിൽ വീട് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോ പല സഹോദരിമാരുടെയും പരാതി പറയുന്നത് കേൾക്കാറുണ്ട്. അവരുടെ പരാതി ഇതാ: അവർ രാവിലെ എഴുന്നേക്കണം, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കിച്ചണിൽ കയറണം, ഭർത്താവിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങള് നോക്കണം, അവർക്ക് ആഹാരം ഉണ്ടാക്കണം, സ്കൂളിൽ കൊടുത്തുവിടാനുള്ള കാര്യങ്ങൾ ചെയ്യണം, ഭർത്താവ് ജോലിക്കാരനാണെങ്കിൽ അങ്ങേർക്ക് കൊടുക്കേണ്ട ആഹാരം എല്ലാം ഉണ്ടാക്കണം. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ സങ്കല്പിക്കുക. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാണാനുണ്ടോ? ഈ ചെയ്ത ജോലി വല്ലതും കാണാനുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യും? ആ കൂട്ടത്തിലാണ് ഇച്ചിരി ദേഷ്യക്കാരനായ ഭർത്താവാണെങ്കിൽ ഇത്ര നേരം എന്നാ ചെയ്യായിരുന്നു ചോദിക്കൂടെ ചെയ്താലോ? ഭയങ്കര പ്രയാസം അല്ലേ? ഭയങ്കര പ്രയാസം. പലരെയും പരാതി അറിയാമോ? ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഒരു നല്ല വാക്ക് പറയാൻ പോലും ഈ വീട്ടിലാരും ഇല്ല. ഒരുപാട് അധ്വാനിക്കുക, ഒരുപാട് പ്രവർത്തിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക, എല്ലാ കാര്യങ്ങളും നോക്കണം. ദൈവത്തിന്റെ മഹത്വം. നിങ്ങൾക്കറിയാമോ, ഇതെല്ലാം ചെയ്ത് വിശ്രമമില്ലാതെ അധ്വാനിച്ച് കഴിയുമ്പം ഒരാശ്വാസ വാക്ക് പോലും കേൾക്കാനില്ലാത്ത എത്ര സഹോദരിമാരുണ്ട്. അവരുടെ പ്രയാസം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് മാത്രം ബുദ്ധിമുട്ടാതെ. അപ്പം വീട്ടിലെ ഭർത്താക്കന്മാരോ മറ്റുള്ളവരോ ഒരു പക്ഷെങ്കിൽ നമ്മളെ ഈ കാര്യത്തിൽ ആശ്വസിപ്പിക്കില്ലെന്ന് വരാം. ഇനി ഞാൻ പറയാൻ ശ്രദ്ധിച്ചോണം. എന്നാൽ നിങ്ങളുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും നിങ്ങളുടെ ജോലിയും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമുണ്ട്. അപ്പൊ ഭർത്താവ് ആശ്വസിപ്പിക്കുന്നില്ലെങ്കിലും, ഒരു നല്ല വാക്ക് പറയുന്നില്ലെങ്കിലും, ആശ്വാസം പറയുന്നില്ലെങ്കിലും, ഇത് കണ്ടോണ്ടിരിക്കുന്ന കർത്താവ് ഒരു കാര്യം ചെയ്യും. ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോലും ചില പരാതി ഇതാ, പ്രാർത്ഥിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. അതുപോലെ തിരക്കാന്നാ പറയും. അതുപോലെ ജോലി തിരക്കാ, പ്രാർത്ഥിക്കാൻ പോലും നേരം കിട്ടുന്നില്ലെന്നാ പറയും. ഇതെല്ലാം കർത്താവ് കണ്ടോണ്ടിരിക്കുക. പറഞ്ഞ കർത്താവ് ഒരു കാര്യം പറയും, അയ്യോ ഒരുപാട് തിരക്കല്ലേ,
ഇപ്പൊ കൂട്ടായ്മയ്ക്ക് പോകാനും പോലും നേരമില്ലല്ലോ, ഒരുപാട് തിരക്കല്ലേ. വീട്ടിൽ നിന്നൊരു ആശ്വാസവാക്ക് പോലും കിട്ടുന്നില്ലല്ലോ അല്ലേ. അതേ കർത്താവേ പറഞ്ഞ കർത്താവ് പറയാ, എന്തൊരു കാര്യം ചെയ്തു, നിനക്കൊരു റെസ്റ്റ് ആവശ്യമാണ്, ഇഞ്ഞു പോരെ എന്ന് പറയുന്നതിന്റെ പേരാ മരണം. നിങ്ങക്ക് തിരക്കുണ്ടോ? നിങ്ങക്ക് സൗകര്യമാര് നിങ്ങക്ക് തിരക്കുണ്ടോ? ഞങ്ങൾക്ക് ഒരു തിരക്കും ഇല്ല, ഒരു തിരക്ക് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുക, പാട്ട് പാടുക അല്ലേ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ചിന്തിച്ചേക്ക്, നിങ്ങളുടെ പ്രയാസവും നിങ്ങളുടെ തിരക്കും കാണുന്ന കർത്താവ് നിങ്ങൾക്കൊരു ആശ്വാസവാക്ക് വീട്ടിൽ നിന്ന് പോലും കിട്ടുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ കണ്ടിട്ട് നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കർത്താവ് പറയാണ്, ശരി, ഒരുപാട് കഷ്ടപ്പെടണ്ട, ഇനി പോരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? എന്റെ കർത്താവെ, ഞാൻ സഹിച്ചോളാം, കുറെ കാര്യം കൂടെ എനിക്ക് ചെയ്തു തീർക്കാൻ ഉണ്ട് എന്ന് പറയാറില്ലേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് പരാതി കൂടിക്കൂടി വരുന്നു, നിങ്ങൾക്ക് തിരക്ക് കൂടിക്കൂടി വരുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു റെസ്റ്റ് ആവശ്യമാണ്, ദൈവം തമ്പുരാൻ തരും. ഇല്ല, പരാതിയില്ലാതെ തിരക്കില്ലാതെ സന്തോഷത്തോടെ നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നെങ്കിൽ ഇനി നിങ്ങളെ കൊണ്ട് വലിയ കാര്യം ചെയ്യിപ്പാൻ ദൈവവിശ്വാസനാണ്. എന്താണ് മരണം? ആത്മാവും പ്രാണനും ഈ ശരീരത്തിൽ നിന്ന്, ശ്രദ്ധിക്കൂ, വേർപിരിയുന്നതിന്റെ പേരാണ് മരണം. ഒന്നുകൂടെ പറയാം, ആത്മാവും പ്രാണനും ശരീരത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ വേർതിരിക്കുന്നതിന്റെ പേരാണ് മരണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അപ്പോസ്തല പ്രവൃത്തികളിലെ 17-ാം അധ്യായത്തിന്റെ 26-27 വാക്യം നോക്കിയാൽ, അപ്പോസ്തല പ്രവൃത്തികൾ 17-ന്റെ 26-27 വാക്യം നോക്കിയാൽ അവിടെ മർമ്മപ്രധാനമായ ഒരു കാര്യം കാണാം. ഞാൻ ഈ പറഞ്ഞതിന്റെ എല്ലാ രക്തം ചുരുക്കം കാണും അവിടെ. ഭൂതലത്തിൽ എങ്ങും കുടിയിരുപ്പാൻ അവൻ ഒരുത്തിൽ നിന്ന് മനുഷ്യാദിയെ മുഴുവനും ഉളവാക്കി അവന് നിവാസത്തിന് ദൈവം അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അന്വേഷിക്കേണ്ടതിന് തന്നെ. ശ്രദ്ധിച്ചാട്ടെ, ഭൂതലത്തിൽ എങ്ങും കുടിയിരുപ്പാൻ ഒരുത്തൽ നിന്ന്, ആദമിൽ നിന്ന് മനുഷ്യാദിയെ മുഴുവൻ ഉളവാക്കുന്നത്. ആദമിന് നന്മയുണ്ടെങ്കിൽ നമുക്ക് ഉണ്ട് കേട്ടോ, ആദമിന് കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമാണ്, ആദമിന് പാപം ഉണ്ടെങ്കിൽ നമുക്ക് പാപമാണ്, ആദമിന് മരണം ഉണ്ടെങ്കിൽ നമുക്ക് മരണമാണ്. ഒരുത്തൽ നിന്ന് മനുഷ്യാദിയെ മുഴുവൻ ഉളവാക്കി. എന്നിട്ട് അവന്റെ നിവാസത്തിന് ദൈവം അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അതിന്റെ അർത്ഥം എന്ന് മനസ്സിലായോ? ശ്രദ്ധിച്ചാട്ടെ, നിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് സർവജ്ഞാനിയായ ദൈവം നീ എന്താകുമെന്ന് അറിഞ്ഞു. അതാണ് ദൈവത്തിന്റെ മുന്നറിവ്. മനുഷ്യനില്ലാത്തതും ദൈവത്തിന് മാത്രമുള്ള അറിവിന്റെ പേരാണ് മുന്നറിവ്. ആ മുന്നറിവിൽ നിനക്കെന്തൊക്കെ വേണോ അത് മുഴുവൻ ദൈവം ക്രമപ്പെടുത്തി വെച്ചു. നമ്മുടെ വിശ്വാസം ഇന്ന് രാത്രി വർദ്ധിക്കണം. നീ എന്താകണോ, അതിന് എന്തൊക്കെ വേണോ അത് മുഴുവൻ ദൈവം തമ്പുരാൻ ക്രമപ്പെടുത്തി വെച്ച ശേഷമാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴാൻ ദൈവം ഭാഗ്യം തന്നത്. കർത്താവിന്റെ മാത്രം. അതുകൊണ്ടാണ് ഇങ്ങനെ വാക്യം വന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കാര്യം നീ എന്താകണോ അതാകുന്നതിന് വേണ്ടി എന്തൊക്കെ വേണോ അതിനുവേണ്ടി ഇതെല്ലാം ദൈവം ക്രമപ്പെടുത്തി വെച്ച ശേഷമാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴാൻ ദൈവം ഭാഗ്യം തന്നത്. സ്തോത്രം. അതിനെന്തൊക്കെ വേണോ അതെല്ലാം ദൈവം ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ദൈവം നമ്മുടെ കയ്യിൽ സമയത്ത് തരും. ഇനി ദൈവത്തിന്റെ മുന്നറിവില് ഞാൻ ഈ ഭൂമിയിൽ എത്ര വർഷം, എത്ര മാസം, എത്ര ആഴ്ച, എത്ര ദിവസം, എത്ര മണിക്കൂർ, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം എന്നുള്ളതിന്റെ ഒരു അതിര് ദൈവം ഉണ്ടാക്കി.
ഒരതിര്, ബൗണ്ടറി, സാധാരണവാക്യം. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തിൽ നിന്ന് മനുഷ്യാദിയെ മുഴുവൻ ഉളവാക്കി അവന്റെ നിവാസത്തിന് ദൈവം അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അപ്പൊ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം എന്നുള്ളതിന്റെ ഒരു അതിര് എനിക്ക് നിങ്ങൾക്കും ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഒറ്റ ഉദ്ദേശമുള്ളൂ കേട്ടോ, ഒറ്റ ഉദ്ദേശം. ഇന്ന് രാത്രി ഈ അതിരിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് രാത്രി ഈ അതിരിനകത്താണ് നിൽക്കുന്നത്. ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അന്വേഷിക്കേണ്ടതിന് തന്നെ. അപ്പൊ ഈ അതിരിനകത്ത് ദൈവം നമ്മളെ നിർത്തിയിരിക്കുമ്പോ നമ്മുടെ ഡ്യൂട്ടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആദനിമിത്തം കൈമോശം വന്ന ദൈവത്തെ എന്നേക്കും ദൈവത്തോട് വസിക്കുന്നതിന് വേണ്ടി ഈ ദൈവത്തെ തപ്പി നോക്കി നീ കണ്ടെത്തണം. ഇങ്ങനെ നടക്കുന്ന കൂട്ടായ്മകളിൽ ലഭിക്കുന്ന സന്ദേശം ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുന്ന സമയങ്ങളാണ്. അതിനൊരു അവസരം ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്നത് ഈ ഭൂമിയില്. എന്നാൽ എല്ലാവർക്കും തിരക്കല്ലേ, എല്ലാരും തിരക്ക് പിടിച്ച് മുന്നോട്ട് പോവുക. പോയി എങ്ങോട്ടാ പോകുന്ന ചോദിച്ചാൽ ഒറ്റ മറുപടി ഉള്ളൂ കേട്ടോ. കണ്ട് എനിക്ക് മുമ്പ് ഒരു അതിരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ദൈവം തമ്പുരാൻ. ആ അതിരിന്റെ അടുക്കിലേക്ക് ഞാൻ പോകും. അങ്ങനെ പോയി തിരക്ക് പിടിച്ചു പോയി ഒരു ദിവസം അതിര് കാലുകുത്തും. അതിന്റെ പേരാണ് മരണം. അതിന്റെ പേരാണ് മരണം. സ്തോത്രം. അങ്ങനെയാണെങ്കിലേ നമ്മൾ കുറെ ഓടിയില്ലേ, അതിലൂടെ കിടക്കുന്ന വല്ല പിടിയുണ്ടോ? ഒരിക്കലും പോയി അതേ കാലുകുത്തത്തില്ലേ? അതിന്റെ പേരാണ് മരണം. ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുന്നതാണ് പൗലോസ് ചോദിച്ചത്. കർത്താവിന് മഹത്വം. അപ്പോൾ മരണത്തിനപ്പുറമായിട്ടൊരു ജീവിതം ഉണ്ടെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി തെളിവുതരികയാണ്. മരണത്തിനപ്പുറമായിട്ട് നമുക്കൊരു ജീവിതമുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഇത്രയും പക്ഷെ ഒരു 100 വർഷം ഇവിടെ ജീവിച്ചിരുന്നു വെച്ചു, സങ്കല്പിച്ചാൽ മതി. ഈ 100 വർഷം കൊണ്ട് കുറെ നമ്മൾ വെട്ടിപ്പിടിച്ച് സമ്പാദിച്ച് കഷ്ടപ്പെട്ട് വീടൊക്കെ പണിത് ജോലിയൊക്കെ കിട്ടി ഇഷ്ടംപോലെ സമ്പാദിച്ച് ഇതെല്ലാം മക്കളെ കൊച്ചുമക്കളെ ഇതെല്ലാം കണ്ടു, ഇതെല്ലാം സമ്പാദിച്ചു. വന്ന് 100-ാമത്തെ വയസ്സിൽ ഈ അതിരിൽ കാലുകുത്തുന്നത് ചിന്തിച്ച്. ഈ അതിരിൽ കാലുകുത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ആത്മാവും പ്രാണനും ഈ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞാൽ ശരീരം മണ്ണിനേൽപ്പിക്കുന്നു. കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ആത്മാവ്, ആര് മരിച്ചാലും കേട്ടോ, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിനടുക്കിലേക്ക് പോകും. അവിടുന്നാണ് ഡീവിയേഷൻ. ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്ന അവസരത്തിൽ നിന്റെ സമയം, സൗകര്യം, കഴിവ്, താലന്ത്, പണം, ആരോഗ്യം, ഭവനം, വാഹനങ്ങള്, വസ്തുവകകള് എന്ന് വേണ്ട, ദൈവം തന്നിരിക്കുന്ന എല്ലാം എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ മറുപടി നമ്മൾ പറയണം. ആർക്കും ഒഴിഞ്ഞു മാറാൻ ഒക്കത്തില്ല. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം നമ്മളിവിടെ വെട്ടിപ്പിടിച്ചെങ്കിലും മരണം സംഭവിക്കുമ്പോൾ കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ആത്മാവും പ്രാണനും വേർതിരിച്ചു കഴിഞ്ഞാൽ ഉടനെ ശരീരം മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകും. അതിനെ ആർക്കും തടയാനൊക്കത്തില്ല. ഇനി 100 വർഷം കൊണ്ട് വെട്ടിപ്പിടിച്ച കുറെ കാര്യങ്ങളുടെ കിടപ്പുണ്ട്. സ്തോത്രം. ദൈവങ്ങൾ ഓർത്തണം, ഒരു ഇഷ്ടേക്കഷ്ണം എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നീ സമ്പാദിച്ച ഒന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞ് വായിച്ചു കേട്ടില്ലേ? അവിടെ പറയാണ്, അവന്റെ പ്രവൃത്തി അവനെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. നീ ക്ഷണിക്കാതെ, നീ വിളിക്കാതെ.
മറ്റൊന്നുകൂടെ കൊണ്ടുപോകാൻ പാടില്ലാതെ അതിരെങ്കിലിട്ടിട്ട് യാത്ര തിരിക്കുമ്പോ നീ ക്ഷണിക്കാതെ ആത്മാവിന്റെ കൂടെ വരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് പ്രവൃത്തിയാണ്. അത് പ്രവൃത്തിയാണ്. അങ്ങനാണെങ്കിൽ മരണത്തിനപ്പുറമായി മനുഷ്യരുടെ ജീവിതം ഉണ്ടെന്നും കൂടെ പോരുന്നത് പ്രവൃത്തി മാത്രമാണെന്നും പൗലോസിന് പിടികിട്ടുമ്പോൾ തന്റെ ചോദ്യം ഇതാണ്: അങ്ങനാണെങ്കിൽ ഞാൻ ഒരിക്കൽ മരിക്കുമല്ലോ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യത്തിന് മുമ്പിൽ പൗലോസ് മുട്ടുകുത്തുന്നു. 90-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം നോക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നവൻ അരുളി ചെയ്യുന്നു. അപ്പൊ മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുകയാണ്. മരണത്തിനപ്പുറം ജീവിതം ഉണ്ട്. ദാനിയേൽ 12:2 നമുക്ക് കാണാൻ സാധിക്കും: നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. മരണ അനന്തരം ഒരു ജീവിതം മനുഷ്യനുണ്ടെന്ന് ഈ വാക്യം തെളിയിക്കുകയാണ്. സ്തോത്രം. സെക്കരിയ 9:12 പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. കണ്ടോ? മരണശേഷം മനുഷ്യന് ഒരു ജീവിതമുണ്ടെന്ന് സെക്കരിയ 9:12 വായിക്കുന്നു. വെളിപ്പാട് 20:11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ കാണും. വെളിപ്പാട് 20:11 മുതൽ വായിക്കുമ്പോൾ കാണും: ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു, അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. 12-ാം വാക്യത്തിൽ മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. മരണശേഷമുള്ള സംഭവം. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റു പുസ്തകം എഴുതിയിരിക്കുന്നതിന് അടുത്ത ഒത്ത വണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ഒത്ത ന്യായവിധി ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് ഈ ഭാഗം വ്യക്തമാക്കുകയാണ്. ഈ മർമ്മം പൗലോസിന് മനസ്സിലായപ്പോൾ തനിക്ക് മനസ്സിലായി, എനിക്ക് രക്ഷ വേണം, എനിക്കൊരു വിടുതൽ വേണം. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നെ ആരാണ് വിടുവിക്കുന്നത് എന്ന ചോദ്യം തന്റെ ജീവിതത്തിൽ വരാൻ കാരണം അതാണ്. അപ്പോ ഇത്രയും ഞാൻ വിശദീകരിച്ച് പറഞ്ഞ എന്താന്ന് ചോദിച്ചാല്, നിശ്ചയമായും മരണം ഉണ്ടെന്നുള്ളത് സത്യമാണ്, ന്യായവിധി ഉണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇതിനെ നിന്നും രക്ഷാൻ ഒരു സംവിധാനം നമ്മളെ ആഴമായി സ്നേഹിക്കുന്ന ദൈവം ചെയ്തു വെച്ചിരിക്കുന്നു. അതാണ് കാൽവരി കൊലക്കളത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടി, നമുക്ക് പകരമായി സ്തോത്രം, നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് കാൽവരി മലമേട്ടിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ജന്മനാ പരിശുദ്ധനായ ദൈവത്തിന്റെ കുഞ്ഞാട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. നമുക്ക് സ്തോത്രം പകരമായി കർത്താവ് മരിച്ചു. ഹല്ലേലൂയ. 1 പത്രോസ് 2:24 വാക്യം കിടപ്പുണ്ട്: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എന്ന് പറയാൻ അർത്ഥം പറയാം, ഞാൻ പാപിയായതുകൊണ്ട്, മനുഷ്യവർഗം പാപികളായതുകൊണ്ട്, പാപിയായ മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ജന്മനാ പരിശുദ്ധനായ പാപമില്ലാത്ത രക്തമുള്ള ഒരാൾ വരണം. അങ്ങനെ ഭൂമിയിൽ വന്നവർ ഒറ്റയാളേ ഉള്ളൂ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. സ്തോത്രം, വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അത് നമ്മളെ ആഴമായി പിതാവ് സ്നേഹിച്ചുകൊണ്ട് പൗലോസിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നതിന് വേണ്ടി
കാൽവരി കൊലക്കളത്തിൽ പുത്രനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. എന്തിനു വേണ്ടി? എന്റെ പാപത്തിന്റെ പരിഹാരം എനിക്കുണ്ടാക്കി തരുവാൻ. ഞാൻ മരിച്ചാൽ ശരിയാകാത്തതിനാൽ എനിക്ക് പകരമായി ഒരു വികേരിയസ് ഡെത്ത്, പകരം മരണം. ഞാൻ മരിച്ചാൽ ശരിയാകുന്നില്ല. അതുകൊണ്ട് എന്റെ ശരീരത്തിലെ രക്തം പാപരക്തമാണ്. അതുകൊണ്ട് എനിക്ക് പകരമായിട്ട് എന്റെ കർത്താവ് പകരക്കാരനായി മരിച്ചു. അപ്പൊ കർത്താവിന്റെ മരണം എന്ന് പറയുന്നത് ഒരു പകരം മരണമാണ്, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടറി ഡെത്താണ്, ഒരു വികേരിയസ് ഡെത്താണ്, പകരം മരണം. ആ കർത്താവ് കാൽവരിയിൽ നമുക്കായി തകർക്കപ്പെട്ടത് നിമിത്തം, എന്റെ കർത്താവേ, അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, എനിക്ക് പകരമാണ് എന്ന് വിശ്വസിച്ച് നീതിക്ക് വേണ്ടി വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. നിന്റെ ന്യായവിധിയിൽ നിന്ന് ദൈവം നിന്നെ മോചിപ്പിക്കും. നിന്നെ നിത്യ ശിക്ഷാവിൽ നിന്ന് ഇത്ര വലിയ രക്ഷയിലേക്ക് കൊണ്ടുവരും. ഈ മർമ്മം പൗലോസിന് മനസ്സിലായി. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ കാൽവരി മരണത്തിൽ കൂടെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പൂർണ്ണപരിഹാരം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാനൊരു സംഭവം ഒരു മാഗസിൽ വായിക്കാനിരിക്കലേ, ഫിലിപ്പീൻസില് എല്ലാ ദുഃഖ വെള്ളിയാഴ്ച എല്ലാ വർഷവും കൊണ്ടാടും. അങ്ങനെ കൊണ്ടാടിക്കൊണ്ടിരുന്ന ഒരു വർഷം അവിടെ ഒരു ചെറുപ്പക്കാരൻ തീരുമാനിച്ചു, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മരിച്ച പോലെ ഈ വർഷം എനിക്ക് മരിക്കണം. ചെറുപ്പക്കാരൻ്റെ ഒരു തീരുമാനമായിരുന്നു. ആരും നിർബന്ധിച്ചില്ല, തന്റെ തന്നെ തീരുമാനം എടുത്ത. നോട്ടീസൊക്കെ അടിച്ചിറക്കി, എല്ലാവരും ഇത് അറിയിച്ചു. അവസാനം ഒരു ക്രൂശയിലോട്ട് തന്നെ കൈയും കാലും വെച്ച് കെട്ടി ക്രൂശൽ ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇതാണ്, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട പോലെ ഈ വെള്ളിയാഴ്ച എനിക്ക് ക്രൂശിക്കപ്പെടും. നടന്ന സംഭവമാണ്. അതിലിങ്ങനെ ക്രൂശി കിടക്കുന്ന കാണാൻ ധാരാളം ആൾക്കാർ തിങ്ങിക്കൂടി. 1.5 മണിക്കൂറായപ്പോ തന്റെ കൈയും കാലും ഒക്കെ വേദന എടുക്കാൻ തുടങ്ങി, നീരാകാൻ തുടങ്ങി. പറഞ്ഞ ക്രൂശൽ കിടന്ന ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, എന്നെ അയച്ചു വിടണമെന്ന് പറഞ്ഞു. ഇവനോട് ആരും പറഞ്ഞില്ല ഇങ്ങനൊക്കെ ചെയ്യാൻ, തന്നെ ചെയ്താണ്, വേദന കഴിക്കാൻ മേലാത്തപ്പോ എന്നെ അയച്ചു വിടണമെന്ന് പറഞ്ഞു. ആരും അനങ്ങാൻ പോയില്ല. യേശു ക്രൂശി കിടന്നപ്പോ പലതും പറഞ്ഞായിരുന്നല്ലോ, ഏലി ഏലി ലമ്മ ശബ്ദ, അങ്ങനെ വല്ലതും പറയുകയാണെന്ന് ആരും അനങ്ങിയില്ല. അത് കഴിഞ്ഞ് 2.5 മണിക്കൂറായപ്പോൾ അതിവേദനയായി. കുറെ കൂടെ ശബ്ദം ഉയർത്തി വിളിച്ചു പറഞ്ഞു, എന്നെ അഴിച്ചു വിടണമെന്ന് പറഞ്ഞു. എന്റെ കൈയും കാലും ഒക്കെ വേദന എടുക്കുന്ന എന്നെ അഴിച്ചു വിടണമെന്ന് പറഞ്ഞു. അതിന് ഇവരാരും താഴെ നിന്നവരാരും അനങ്ങിയില്ല. ഇവനെ ആരും നിർബന്ധിച്ചല്ലോ. അപ്പൊ അവർ വിചാരിച്ചു എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞായിരുന്നില്ല, അതുപോലെ വല്ലതും പറയാന്ന് വിചാരിച്ചു. അനങ്ങിയില്ല. അല്പമണിക്കൂർ കഴിഞ്ഞപ്പോൾ സഹിക്കാൻ വരാത്ത അതിവേദനയായി കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരന് മനസ്സിലായി, ഇങ്ങനൊന്നും പറഞ്ഞാൽ ഇവന്മാരെ എന്നെ അഴിച്ചു വിടത്തില്ല. അവിടെ കിടന്ന് അയാള് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് 3-4 ചീത്ത വാക്കുകൾ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ അഴിച്ചു വിടറാന്ന്. അപ്പൊ ഈ താഴെ നിന്നവർക്കൊരു കാര്യം മനസ്സിലായി, യേശുവിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പേരെ കൂടെ ചേർത്ത് യേശു പ്രാർത്ഥിക്കാതെ, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയായിക്കാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇവൻ ചീത്ത വിളിക്കാതെ അവിടെ കിടന്ന്. അപ്പൊ താഴെ നിന്നവർക്ക് മനസ്സിലായി, ഇവനെ കൊണ്ട് ഈ പണി നടക്കത്തില്ല. ഒരു ലാഡർ വെച്ചിട്ട് ചില സഹോദരന്മാർ കയറി കെട്ടഴിച്ച് താഴെ കൊണ്ടുവന്ന് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടു ആ ചെറുപ്പക്കാരനെ. എന്താ ഇത് അടിക്കുറിപ്പായി എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. അടിക്കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതുപോലെ ആര് ക്രൂശിക്കപ്പെട്ടാലും ശരിയാകത്തില്ല. അങ്ങനാണെങ്കിൽ ഞാൻ മരിച്ചാൽ ശരിയാകാത്തത് കൊണ്ട് എന്റെ യേശു എനിക്ക് പകരമായി ക്രൂശിക്കപ്പെട്ട് മരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യേശുവിന്റെ ക്രൂശ് മരണം എനിക്ക് വേണ്ടിയായിരുന്നു, എനിക്ക് പകരമായിരുന്നു. അവന്റെ മരണം എന്റെ മരണമായിരുന്നു എന്ന് വിശ്വസിച്ച് അംഗീകരിച്ച് നീതിക്കായിട്ട് നീ വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിരക്ഷിക്കപ്പെടും. ഒറ്റ പൈസയുടെ മുടക്കില്ല, ഒരു പൈസയുടെ ചെലവില്ല, നിരക്ഷിക്കപ്പെടും.
ഇതാണ് ദൈവം രക്ഷയ്ക്ക് വെച്ച വ്യവസ്ഥ. അതിന് എബ്രായത്തിൽ വായിക്കുന്ന ഇത്ര വലിയ രക്ഷ, രക്ഷയുടെ ഉയരത്തിലുള്ള വലുപ്പമുണ്ട്, താഴ്ചയിലുള്ള വലുപ്പമുണ്ട്, സാധ്യതയിലുള്ള വലുപ്പമുണ്ട്, മുതൽ മുടക്കിന്റെ വലുപ്പമുണ്ട്. അതാണ് ഇത്ര വലിയ രക്ഷ. അവന് പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്നവനെ, നീതിക്കായിട്ട് വായ് കൊണ്ട് ഏറ്റു പറയുന്നവനെ പിതാവായ ദൈവം പുത്രന്റെ പാപമില്ലാത്ത രക്തം കൊണ്ട് കഴുകി കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ നമ്മളെ ദൈവമക്കൾ എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പിൽ കൊണ്ടുവരും. ഇനി നമ്മുടെ വാക്യം അവസാനിപ്പിക്കണമല്ലോ, സമയം തീരുന്നു. പൗലോസിന്റെ ചോദ്യം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആരോട് വിളിക്കുന്നു? അതിന്റെ മറുപടി പൗലോസിന് കിട്ടി. 1 Corinthians 15 അധ്യായത്തിലാണ് എനിക്ക് മറുപടി കിട്ടിയത്. അത് ഞാൻ അവിടെ കുറിച്ചു. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് അവസാനമായി പറഞ്ഞു പോയത് ഇതാണ്, ഐ ഗോട്ട് ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോകും. ഇങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ ഞാൻ വീണ്ടും വരും. തന്റെ കാന്തയെ ചേർക്കാൻ താൻ വീണ്ടും വരും. എന്തിന്? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആത്മാവിനെ തന്നത് നിത്യത മുഴുവൻ കത്താനോട് വസിക്കാൻ വേണ്ടിയാണ്. ആദ്യമേ പാപനിമിത്തം നഷ്ടമായി പോയെങ്കിൽ ഇതാ യേശു ക്രിസ്തു എന്ന ഒടുക്കത്തെ ആദാനിമിത്തം അതിനെ തിരിച്ചു പിടിക്കുകയാണ്. വിശ്വസിക്കുന്നവരതിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് അവന്റെ കൽപ്പന പ്രകാരം ജീവിച്ചാൽ കർത്താവിന്റെ വാഗ്ദത്തം, ഞാൻ വരും, നിങ്ങളെ കൊണ്ടുപോകാൻ വരും, ചേർക്കാൻ വരും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് എഴുന്നേൽക്കും. സ്തോത്രം. ആദ്യത്തെ സംഭവം ഇതാണ്, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് എഴുന്നേൽക്കും. ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാം? ക്രിസ്തുവിൽ മരിച്ചവരുടെ ആത്മാക്കൾ സ്വർഗീയ പ്രതീക്ഷയിൽ വാസം ചെയ്യും. കാഹളം ധനിക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന സമയം കൊണ്ട് സ്വർഗീയ പ്രതീക്ഷയിൽ നിന്നും ആത്മാവ് പുറപ്പെട്ടു വന്നിട്ട്, സ്തോത്രം, ഈ ഇപ്പോഴുള്ള ഈ ശരീരം മണ്ണോട് മണ്ണായെങ്കിൽ അത് മാറിയിട്ട് ജഡരക്തരഹിതമായ ഒരു ശരീരം നമുക്ക് ലഭിക്കും. 70 താഴ്ചയോടെ ഇപ്പോഴത്തെ ശരീരം മാറി തേജസ്സുള്ള ശരീരം നമുക്ക് ലഭിക്കും. ഈ ആത്മാക്കൾ അതാത് ശരീരത്തിൽ പ്രവേശിച്ചിട്ട് കണ്ണു തുറക്കുന്ന സമയം കൊണ്ട് ശവക്കുഴിയോട് യാത്ര പറഞ്ഞ് മരണത്തെ വെല്ലുവിളിച്ച്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന് ശക്തിയോരായ പ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്ന പാട്ടുപാടി വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ ആർ വിടുവിക്കും എന്ന ചോദ്യത്തിന് മറുപടി പൗലോസിന് ദൈവം കൊടുക്കുകയാണ്. ഞാൻ എന്റെ സ്പീഡിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശവക്കുഴി മുതൽ മധ്യാകാശം വരെ കണ്ണ് അടച്ച് തുറക്കുന്ന സമയം കൊണ്ട് പറന്നെത്തുവാൻ പറ്റിയൊരു ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരം എനിക്ക് നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന്റെ മഹത്വം. നമ്മുടെ കർത്താവ് വരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് വരുന്നു, നമ്മളെ കൊണ്ടുപോകാൻ വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ശരീരം തേജസ്കരിക്കപ്പെട്ട അനുഭവത്തിലുള്ള ശരീരമായിരിക്കും. ആ ശരീരം എന്നെ ആർ വിടുവിക്കുമെന്ന ചോദ്യത്തിന് മറുപടി പൗലോസിന് കിട്ടി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ചോദ്യത്തിന് മുമ്പിൽ നമുക്കും പ്രത്യാശിക്കാം. നമ്മുടെ കർത്താവ് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കും അങ്ങനെ പോകുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, കർത്താവ് തേജസ്സിന്റെ അനുഭവത്തിലേക്ക് എന്നെ മാറ്റും. ഈ പ്രത്യാശയുള്ള കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവ് പറയാണ്,